എന്തൊക്കെ സാധനങ്ങളാ ഇപ്പം ഇവിടെ മാർക്കറ്റിൽ വരണേ. ഈ വിപണി അറിയുക എന്നതും കൃഷിയുടെ ഒരു വിജയമാണ്. സ്വാഗതം കൃഷിഭൂമിയിലേക്ക്. വയനാട്ടുകാർ ഒരുപാട് കൃഷി പരീക്ഷിച്ച് വന്ന ആൾക്കാരാണ്. ആ കർഷകർ ഇപ്പോൾ എത്തി നിൽക്കുന്നത് ചൗചൗവിലാണ്. നമ്മുടെ നാട്ടിൽ ഇത് വിളയോ എന്ന് സംശയമുണ്ടായിരുന്നു. പക്ഷെ വയനാട്ടിൽ നന്നായി വിളയും. ഉറപ്പാണല്ലേ? നന്നായിട്ട് വിളയുണ്ട്. ഉറപ്പാണ്. എത്ര കാലമായി ഇതിങ്ങനെ വിളയിച്ചു തുടങ്ങിയിട്ട്? ഞങ്ങൾ 8 വർഷമായി തുടങ്ങിയിട്ട്. ബിന്ദു ചേച്ചി, രാജു ചേട്ടനുണ്ട്, 2 മക്കളും. 2 മക്കള്, ഒരാൾ ടൂറിസം പാസ്സായി വന്നു, മറ്റാൾ ഹോട്ടൽ മാനേജ്മെന്റ് കഴിഞ്ഞു വന്നു. അവരും ഇത് തന്നെയാണ് ജോലി എന്ന് തീരുമാനിച്ചു. ഒരു പപ്പയും മകനും കർണാടകയിലേക്ക് കൃഷിക്കായിട്ട് പോയി. വാഴ ആണ് അവിടെ കൃഷി ചെയ്തത്. അപ്പം ചെറിയ മകൻ, ഞാൻ സ്വാഭാവികമായിട്ട് ചപ്പെടുക്കുമായിരുന്നു. അപ്പോൾ ചെറിയ മകനെ വിട്ട് കഴിഞ്ഞാൽ ഞാൻ തന്നെ ആകുമായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് നാളത്തേക്ക് അവനൊരു 6 മാസം നമ്മുടെ കൂടെ നിൽക്കുക, അത് കഴിഞ്ഞ് നമുക്ക് ജോലി നോക്കാം. അതിൻ്റെ ഇടയിൽ 1-2 ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തു. അപ്പം പിന്നെ ഞാൻ പറഞ്ഞു, പപ്പയൊന്ന് വരട്ടെ, അവനെയും കൂടെ ഈ അവിടെ പിടിച്ച് നിർത്തുകയാണ് ചെയ്തത്. അപ്പം അവൻ വാഴ തുടങ്ങി. വാഴ നല്ല വാഴയായിരുന്നു, നല്ല വാഴക്കൊലയായിരുന്നു. കച്ചവടക്കാർ വന്ന് വില പറഞ്ഞു. അത് കഴിഞ്ഞ് പെട്ടെന്ന് ഒരു കാറ്റടിച്ചു, ആ വാഴ മുഴുവൻ നിലമ്പത്തിപ്പോയി കർണാടകയിൽ. അപ്പോൾ കുറഞ്ഞ വാഴ ഞാനും ചെറിയ മോനും പപ്പയിടയ്ക്ക് വരും. അങ്ങനെ ഒരു കുറഞ്ഞ വാഴയുണ്ടായിരുന്നു, ഞങ്ങൾക്ക് തേയിലയുണ്ടായിരുന്നു. അവിടുത്തെ വാഴ പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനൊരു വഴിയിലനക്കാൻ നേരത്തെ ഇവിടുത്തെ വാഴയ്ക്ക് ഞങ്ങൾക്ക് നല്ല വില കിട്ടി. അങ്ങനെ ഞങ്ങൾ ആ വാഴയിൽ നിന്ന് പിടിച്ചു നിന്നു. അതായത് ജയൽജി എന്ന ആ പൈസ അടച്ച് പുതുക്കിയാൽ മാത്രം മതിയായിരുന്നു. 4% പലിശയ്ക്കാണ് അത് കിട്ടിയിരുന്നത്. അതുകൊണ്ട് അടച്ച് പുതുക്കി അടുത്ത കൃഷി ഞങ്ങൾ ചൗചൗ എന്ന്. എൻ്റെ വീട്ടിൽ ഒരു വെള്ള കളറുള്ളതായിരുന്നു. നമ്മൾ വളരെ അരിയായിട്ടൊന്നും ഉപയോഗിക്കില്ല, വളരെ ദുർലഭമായിട്ട് ഉപയോഗിച്ചത്. മരത്തിലേക്ക് കയറിപ്പോകും. പിറ്റേ കൊല്ലം അത് അടിയിൽ നിന്ന് പൊട്ടി. പക്ഷെ അത് അധികമൊന്നും നമ്മുടെ വയനാട്ടുകാർ അങ്ങനെ ഉപയോഗിക്കില്ല. ഇതെന്ത് രീതിയിലായിരുന്നു. ഈ വാഴക്കൃഷി നമ്മൾ നഷ്ടമായി പോയി കഴിഞ്ഞപ്പോഴാണ് എൻ്റെ സഹോദരൻ ഇങ്ങനെ ഒരു കൃഷി ഗൂഡല്ലൂര്, അവൻ കുന്നൂർ ഊട്ടിയിൽ എവിടെ പോയി അങ്ങനെ കൊണ്ടുവന്നതാണ്. അവന് ഒരു വർഷം നല്ല പൈസ കിട്ടും. അപ്പം ഞാൻ ചോദിച്ചേടാ ഇച്ചിരി ചെയ്താലോ എന്നുണ്ടെന്ന്. അപ്പോൾ അവൻ പറഞ്ഞു, ഇതിൻ്റെ മാർക്കറ്റിംഗ് ഒന്നും എനിക്ക് ഉറപ്പില്ല, നീ ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കോ വേണമെങ്കിൽ. അപ്പോൾ അവനൊരു 1500 വിത്ത് ഞാനും ചെറിയ മോനും പപ്പയും കൂടെ പോയാണ് അവിടുന്ന് കൊണ്ടുവരുന്നത്. മൂത്ത മകൻ അപ്പോൾ കർണാടകയിൽ നിന്ന് തിരിച്ച് തീർത്ത് പോന്നിട്ടില്ല. അപ്പം ഞാൻ അവനോടും വിളിച്ചു പറഞ്ഞു, നമുക്കിത് പരീക്ഷിച്ച് നോക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ ആ വിത്ത് കൊണ്ടുവന്നു. ആ വിത്ത് കൊണ്ടുവന്ന് നടുമ്പോഴും എടുക്കുമ്പോഴും ഒന്നും നമുക്കൊരു പ്രതീക്ഷയില്ല, ഇങ്ങനെ ഒരു നല്ല രീതിയിൽ വരും എന്നുള്ളൊരു സ്വപ്നം പോലും കണ്ടിട്ടില്ല. അപ്പം അത് നട്ട് പന്തലിൽ കയറ്റി. പിന്നെ അത് കായായി കഴിഞ്ഞപ്പോൾ ഇത് പറിച്ച് എവിടെ കൊടുക്കുന്നു ആങ്ങളെ പറഞ്ഞു, ഇതിനിപ്പം മാർക്കറ്റില്ലടി, ഇപ്പം മാർക്കറ്റില്ല എന്ന് പറഞ്ഞു. നാണക്കേട്. വയനാട്ടിൽ വന്നിട്ട് ഇവിടെ എല്ലാവരും ചോദിക്കുന്നു, ഇതെന്താ നിങ്ങൾ ഇങ്ങനെ ഇത് കൃഷി ചെയ്തേക്കുന്നത് ചോദിച്ചിട്ടുണ്ട്. അപ്പം നാണക്കേട്. അപ്പോൾ അവൻ പറഞ്ഞു, എടാ ഇത് ഞാൻ നാണക്കേടാവൂലോ എന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യുക, ആ പുഴേൻ്റെ സൈഡിലേക്ക് പറിച്ച് മാറ്റിയിട്, അടുത്ത മാസമൊക്കെ ആകുമ്പോൾ ഡിമാൻഡ് കിട്ടുമായിരിക്കും, അങ്ങനെയാണെങ്കിൽ ഞാൻ വന്ന് കൊണ്ടുപോയിക്കോളാന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് പപ്പയും ഇളയും മോനും കൂടെ പിന്നെ ആണ്ടൂരൊരു കടയിൽ ചെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു 5 രൂപ വില തരാമെന്ന്. ഇനി 5 രൂപയെങ്കിൽ 5 രൂപ. ഇവർ രണ്ടുപേരും കൂടെ ഞങ്ങൾ പറിച്ചു കൊടുത്തു. ഇവർ രണ്ടുപേരും കൂടെ കൊണ്ടുപോയി അവിടെ കൊടുത്തു. അവിടെ കൊടുത്തു കഴിഞ്ഞ് 5 രൂപ വെച്ച് ഞങ്ങൾക്ക് വില കിട്ടി. അവർ വിറ്റിട്ട് കുറേ നാൾ കഴിഞ്ഞിട്ടാണ് പൈസ തന്നെ. അപ്പം നമ്മുടെ കൃഷിഭവനിൽ ഏലിയാമ്മ വർഗീസ് എന്നൊരു അസിസ്റ്റൻറ്റ് ഉണ്ടായിരുന്നു, പുള്ളിക്കാരി. അപ്പം എനിക്ക് പിന്നെ കാബേജ്, പയർ, അങ്ങനെ എനിക്ക് പച്ചക്കറീനോട് കൂടുതൽ താല്പര്യം. അപ്പോൾ പുള്ളിക്കാരി നമ്മുടെ കൃഷി സ്ഥലം വന്ന് കാണാനിടയായി. അപ്പോൾ ഇതൊരു വെറൈറ്റി കൃഷി പുള്ളിക്കാരിക്ക് ആകെ. അങ്ങനെ പുള്ളിക്കാരി ഈ മാതൃഭൂമി പേപ്പറിലാണ് നമ്മുടെ ഇത് ആദ്യമായിട്ട് വന്നത്. ഞങ്ങൾ രണ്ടുപേരും കൂടെ കായ പറിച്ചുകൊണ്ട് നിൽക്കുന്നത്, ഞാനും പപ്പയും കൂടെ. ഇത് കണ്ട് അപ്പോഴത്തേക്കും മോനൊരു കട തുടങ്ങാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഡിസംബർ 1-ാം തീയതി ഞങ്ങൾ കട തുറന്നു. ഉദ്ഘാടനം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ ഒരാൾ ഞങ്ങളെ അന്വേഷിച്ച് വന്നു. അപ്പോൾ പുള്ളി പറഞ്ഞു, ഇത് എക്സ്പോർട്ടിങ് ഉള്ള നല്ല മാർക്കറ്റിംഗ് ഉള്ള ഒരു സാധനമാണ്, നിങ്ങൾ ഇത് അവിടെ എത്തിച്ചു തരികയാണെങ്കിൽ ഞങ്ങൾ 18 രൂപ തരും. അല്ല, ഞാൻ ഇവിടെ വന്ന് എടുക്കുകയാണെങ്കിൽ 15 രൂപ. ഞങ്ങളുടെ സന്തോഷം പറയാനില്ല. ഞങ്ങൾ ആദ്യമായിട്ട് ഞങ്ങൾ പറിച്ച് 300 കിലോ അവർക്ക് പറിച്ചു കൊടുത്തു. അപ്പോൾ 300 കിലോ കൊടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ 15 രൂപ വെച്ചിട്ട് പൈസ നമുക്ക് അങ്ങനെയാണ് ഇതിൽ നിൽക്കാമെന്ന് തീരുമാനിച്ചത്. അന്ന് അപ്പോഴും അത്രയും പൈസ ഞങ്ങൾ ഒന്നിച്ച് കാണുന്നത്
ഞങ്ങളുടെ കയ്യിൽ എടുക്കുന്നതും അപ്പോഴാണ്. കാരണം പിള്ളേരെ വിദ്യാഭ്യാസത്തിന് വിടുന്നത് നമുക്ക് അരച്ചരച്ചരച്ച് പിള്ളേരെ വിദ്യാഭ്യാസത്തിന് വിടുകയാണ്. ഏതാണ്ട് പാടം പോലെയുള്ള സ്ഥലമാണ് അല്ലേ? പാടം പോലെയുള്ള സ്ഥലം. അത് എങ്ങനെയാണ് ഇത് നടലും പരിപാടികളൊക്കെ എങ്ങനെയാണ്? ചെറിയ തടം എടുത്തു, അതിന് ചെറിയ 3 കുഴികൾ എടുത്തു. എന്നിട്ട് ഇതിനെ മുള മേലേക്ക് വെച്ച് മണ്ണിട്ട് മൂടി. എന്നുവെച്ചാല് ഇതുപോലെ വരും, ഇതുപോലെയുള്ള നമ്മൾ മണ്ണിട്ട് മുളയെ പുറത്ത് കാണിച്ചുകൊണ്ട് നമ്മൾ മണ്ണിട്ട് മൂടി. ആ 3 മുളയും അത് കഴിഞ്ഞ് നനവ് കൊടുത്തു. ഇത് ഇങ്ങനെ തന്നെയാണ് കിട്ടുക അല്ലെ? 3 മുളയും നന്നായിട്ട് വന്നു. അത് കഴിഞ്ഞ് നമ്മൾ പന്തലിന്റെ പണിയെടുത്തു. പന്തലിന്റെ പണിയെടുത്തിട്ട് കയറ് വെച്ച് കെട്ടി മേലെ കയറ്റി. പിന്നെ ദിവസം തോറും ഞങ്ങൾ രാവിലെ വൈകുന്നേരം ഇതിന്റെ വള്ളി താഴേക്ക് പെട്ടെന്ന് ഇങ്ങനെ വീണു നമ്മൾ വള്ളി കയറ്റി വിട്ട് ഇത് നല്ല ഫലപുഷ്ടിയോട് കൂടി തന്നെ വളർന്നു വന്നു. വളം എന്തെങ്കിലും ഇട്ടിരുന്നു? വളം ഇട്ടു, കോഴി വളം ഇട്ടു. പിന്നെ നമ്മള് ആ കൊല്ലം നമ്മൾ ചാണകം പുളിപ്പിച്ച്, കുറഞ്ഞ സ്ഥലമുള്ളൂ, അപ്പൊ നമ്മൾ ചാണകം കലക്കിട്ട്, അപ്പൊ എന്റെ പച്ചക്കറിയിലൊക്കെ അങ്ങനെ ചാണകം പുളിപ്പിച്ച് ചേർത്ത് ഒഴിക്കുന്നൊരു പരിപാടി എനിക്കുണ്ടായിരുന്നു. ആ രീതി തന്നെ ഇതിലും ചെയ്തു. അപ്പൊ മീൻകടയിൽ നിന്ന് കുറച്ച് ബേസ്റ്റായ മീനും അതും ഈ ചാണകത്തിൽ ഇട്ട് അത് നല്ലതാന്ന് പറഞ്ഞു. കൃഷിഭവനിൽ നിന്നൊക്കെ നമുക്ക് ക്ലാസ് തന്നു. അപ്പൊ അതും ഇട്ട് അതിന് ഭയങ്കര മണാ. നമ്മള് ചെടീന്റെ ചുവട്ടിലൊക്കെ ഒഴിച്ച് കഴിയുമ്പോ നമുക്ക് തന്നെ കുളിച്ചാൽ മണം പോകും. എന്തായാലും അതൊക്കെ ഒഴിച്ചിട്ടായിരിക്കും ആ കൊല്ലം നമുക്ക് നല്ല കായ് കിട്ടി. ഇപ്പൊ അന്ന് കയറായിരുന്നു, ഇപ്പൊ കമ്പി പന്തലിട്ടു. കേരക്കയർ ഉപയോഗിച്ചിട്ടാണ്. ഇതാകുമ്പോ എല്ലാ കൊല്ലം മാറ്റണ്ട. ഇല്ല, എല്ലാ കൊല്ലം മാറ്റം മാത്രമല്ല, ഇങ്ങനെ താന്ന് വരില്ല. കേരക്കയറാകുമ്പോ വലിഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുത്തു കൊടുത്തു. ഇതിപ്പോ പോസ്റ്റ് ഇട്ട് അതുമ്പോ കമ്പി വലിച്ചു കെട്ടിയാല് അവിടെ നിന്നോളൂ. അവിടെ നിൽക്കും. എന്നാലും ആദ്യത്തെ എല്ലാ കൊല്ലവും അതിനുള്ള ഒരു ചെലവില്ല, ഒറ്റ തവണ നടത്തിയാൽ മതി. ഒറ്റ തവണ നടത്തും, പിന്നെ നമ്മള് മെയിൻ്റെനൻസ് പണി എടുക്കും. അതെ. അപ്പൊ ഇത് നേരെ എന്നിട്ട് ഇതുമലേക്ക് പടർത്തി വിടുകയാണ് ചെയ്യണേ അല്ലേ? ഇത് എത്ര നാൾ എടുക്കും ഇതിങ്ങനെ? ഇത് നമ്മൾ ആദ്യത്തെ ഒരു വള്ളി കയറി കഴിഞ്ഞാൽ അത് നല്ലോണം പടർന്ന് പന്തലിച്ച് നമുക്ക് ഒരു 30-40 ദിവസത്തോളം വിളവെടുക്കാം. അപ്പൊ വീണ്ടും ഇതിന്റെ ചോട്ടിൽ നിന്ന് അടുത്ത വള്ളി പൊട്ടിക്കും. അപ്പൊ ഈ ആദ്യം കയറിയ വള്ളി എല്ലാം ഉണങ്ങിയിട്ടുണ്ടാവും. ആ വള്ളി ഉണങ്ങിയതിനെല്ലാം പിന്നെ നമ്മള് പണിക്കാര് അതിനെല്ലാം വലിച്ചു കളയും. ഉണങ്ങിയ ഇലകൾ പൊട്ടിച്ച് കളയണം. നമുക്ക് പണി എത്തിക്കിട്ടാനായിട്ടാണ് ഇത്രയും മെയിൻറ്റെയിൻ ചെയ്ത്. ഇപ്പൊ 25 ഏക്കറുണ്ട്. ഇപ്പൊ 25 ഏക്കറുണ്ട്. അല്ലെങ്കിൽ ഞങ്ങൾ ഈ ഒരേക്കറൊക്കെ ആയിരുന്ന സമയത്ത് കായ് പറിക്കും, അതിന്റെ പുറകെ തന്നെ വിലയും കളയും. ഇപ്പൊ 25 ഏക്കറായപ്പോ നമുക്കത് എത്തിക്കിട്ടുന്നില്ല. പണിക്കാര് ഇതിപ്പോ ഇങ്ങനെ കാണുമ്പോ ഒരു ഭംഗി കുറവുണ്ടെന്നുണ്ടെങ്കിലും കായലും കുഴപ്പമൊന്നും വരില്ല. ഇല്ല, കായ്ക്ക് ഇച്ചിരി പുഷ്ടിക്കുറവ്, എന്റെ ഒരു കളറും കുറയും. എടുത്തു കൊടുക്കുവാണെങ്കിൽ അതിനൊരു ക്ലാരിറ്റി കൂടും. കുറച്ചുകൂടി ഒരു മിനുസം ഉണ്ടാവും. അപ്പൊ അതിന് വില കൂടുതൽ കിട്ടും മാർക്കറ്റില്. ക്ലാരിറ്റി കുറയുമ്പോൾ എത്ര ഒരു ഇത് പൊട്ടി കായ വരണമെങ്കിൽ എത്ര എടുക്കും? ഒരു 3 മാസം കൊണ്ട് കിട്ടും? നമ്മൾ നല്ലോണം പണിയെടുക്കുകയാണെങ്കിൽ 75ാമത്തെ ദിവസം തന്നെ പൂ വിരിഞ്ഞ് കായ മെല്ലെ വരാൻ തുടങ്ങും. 90 ദിവസം നമുക്ക് വിളവെടുക്കാം. അത് 120 ദിവസം ആവണം മൊത്തത്തിൽ ഒരു കായ നല്ലോണം തണ്ടു വന്നിട്ട് കായ പറിക്കാൻ. വെള്ളം നല്ലോണം വേണം. അപ്പോൾ നമ്മൾ ട്രിപ്പ് പോലെയുള്ളത് ചെയ്തു നോക്കി. അപ്പം നമ്മുടെ മണ്ണിന് അത് പറ്റില്ല. കർണാടകയിലൊക്കെ ട്രിപ്പ് ചെയ്തിട്ടുണ്ട് വിജയ്. ഇതിൽ ട്രിപ്പ് ചെയ്യുമ്പോൾ വെള്ളം താഴേക്ക് ഇറങ്ങി പോകുമായിരുന്നു. അത് ശരിയാവില്ല എന്ന് തോന്നി വീണ്ടും പൈപ്പ് ഇട്ട് തന്നെയാണ് നനയ്ക്കുന്നത്. പക്ഷെ സ്പ്രിംഗ്ലർ നല്ലതാണ്. അപ്പം ചെറിയ സ്പ്രിംഗ്ലർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വട്ടം നനയണം. കണ്ടമാനം വട്ടത്തിലാണ്. വട്ടം നനഞ്ഞു കിട്ടണം. ഇത് തുള്ളി വെള്ളം വീണ് താഴേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇതിന് ഗുണമില്ല. പടർന്നു പോണ വേരുകളാണ്. അപ്പൊ മഴ പെയ്ത പോലെ അവിടെ ഇങ്ങനെ വെള്ളം കിട്ടുകയാണെങ്കിൽ, ഇപ്പൊ മഴ പെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നില്ലേ, എല്ലാം വേരുണ്ടാവും. ഇപ്പൊ നമ്മൾ നനയ്ക്കുന്ന പോലെയല്ല, മഴ പെയ്ത് നല്ല നനവാകുമ്പോ മൊത്തം എവിടെ നോക്കിയാലും വെള്ള വേരുണ്ടാവും. അത് അങ്ങനത്തെ ഒരു വേരും കൊണ്ടാണ് ഇതിന് ഇത്രയും ഫലപുഷ്ടി തരുന്നതെന്ന് തോന്നുന്നു. അങ്ങനെ അതാണ് ട്രിപ്പ് ശരിയാവുന്നില്ല. എന്ത് കറിക്കാ പറ്റുക? ഇത് നമ്മള് വെള്ളരിക്ക, കുമ്പളങ്ങ ഒക്കെ ഉപയോഗിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഇത് ഉപയോഗിക്കാം. കർമൂസയൊക്കെ ഉപയോഗിക്കുന്നതിന് വരെ ഇത് ഉപ്പേരി വെക്കാം. മമ്പയറിട്ട് ഉപ്പേരി വെക്കാം, അല്ലാണ്ട് ക്യാരറ്റ് ഇട്ടിട്ട് ഉപ്പേരി വെക്കും. പിന്നെ പച്ചടി അങ്ങനെയുള്ളത് ഉണ്ടാക്കാം. പിന്നെ മോരുകറിയിൽ നമ്മൾ കുമ്പളങ്ങ ഇടുന്നതിന് പകരം ഇത് ഉപയോഗിക്കാം. അങ്ങനെ എല്ലാ കറികളിലും ഇത് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ വയനാട്ടുകാർ ഇതെന്താണെന്ന് വെച്ചാൽ ഒരു നെഗറ്റീവായിട്ടാണ് കാണുന്നത്. അവർ പറയുന്നത് ഇത് വാദം പിടിക്കും എന്ന് അവരുപയോഗിക്കുന്നു. പക്ഷെ കർണാടകക്കാർ ഇപ്പോൾ കോഴിക്കോട് നിന്നൊക്കെ വരുന്നവർ വരെ ഇവർ ചാക്ക് കണക്കിന് ഈ സാധനം കൊണ്ടുപോകും. അവരാരും ഇത് പറയുന്നില്ല. വയനാട്ടുകാർക്ക് ഇതെന്തോ ഒരു പേടി പോലെ. വലിയ കടകളിലും നാട്ടുപ്രദേശങ്ങളിലെല്ലാം ഇത് ഭയങ്കരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇവർ കടകളിൽ കണ്ടാൽ തന്നെ എല്ലാവരും വാങ്ങി കഴിക്കുന്നുണ്ട്. വയനാട്ടുകാർ ഇത് ആദ്യമേ കണ്ടുമടുത്തത് കൊണ്ടായിരിക്കും കഴിക്കുന്നില്ല. കാരണം വയനാട്ടിൽ ഒരു കടയിലും ഈ സാധനം പോകില്ല. പക്ഷെ ഇതിപ്പോ ഞാൻ നോക്കിയപ്പോ
വലിയ മറ്റു രാജ്യങ്ങളിലുള്ള ആൾക്കാരൊക്കെ ഇത് ഭയങ്കര ഡിമാൻഡുള്ള സാധനമായിട്ടാണ് ഉപയോഗിക്കുന്നത്. അതെ അതെ, ഒത്തിരി പേര് ഇപ്പം വിദേശത്തേക്കൊക്കെ ഇത് പോയി വിദേശത്തു നിന്ന് ആര് വന്നാലും പറയും ഇത് അവിടെ എന്ത് വിലയാന്ന് പറയും, അങ്ങനെ പറയുന്നവരുണ്ട്. അപ്പോൾ ഒരു കൗതുകത്തിന് തുടങ്ങി ഇപ്പൊ ഇവിടെ നിന്ന് കയറാൻ നേരമില്ല. ഇല്ല, ഇപ്പൊ ഞങ്ങള് ഫുൾ ടൈം കൃഷി തന്നെ. രാവിലെ 7 മണിയാകുമ്പോഴത്തേക്കും മൂത്ത മകൻ വരും. അവൻ ഒരാൾ പണിക്കാരെ ദൂരെ നിന്ന് വരുന്ന ഒരു പണിക്കാർ വരെയുണ്ട്. അവര് വണ്ടിക്ക് പോയി കൊണ്ടുവരും. എത്ര പണിക്കാരുണ്ട് ഇപ്പൊ 30 പണിക്കാര് നമ്മുടെ മലയാളികൾ, പിന്നെ ഹിന്ദിക്കാർ അവർ വന്നും പോയി കൊണ്ടിരിക്കും. ഒരു കൂട്ടർ വരുമ്പോഴത്തേക്കും അവർക്ക് അവർ നാട്ടിൽ പോകാതെ പറഞ്ഞു അടുത്ത ട്രിപ്പ് ഒരു 19 ആളെ സ്ഥിരമുണ്ട്. അല്ല വണ്ടി ഇതിനായിട്ട് വണ്ടി ഓടുന്നുണ്ട്. ഇന്നിപ്പോ ഒരു മൈസൂർ, പിന്നെ ബാംഗ്ലൂര്, ഒരു മേട്ടുപ്പാളയം, അങ്ങനെ 3 ലോഡ് കയറുന്നുണ്ട്. അപ്പോൾ ആ 3 വണ്ടിക്കാർക്കും പണിയാണ്. പിന്നെ നമുക്കിപ്പോൾ സ്വന്തമായിട്ട് വണ്ടിയുണ്ട്, ഒരു ദോസ്തുണ്ട്, പിക്കപ്പ് ഉണ്ട്. പിന്നെ അത് കൂടാണ്ട് പുറമേനും വണ്ടി വിളിക്കണം കൈ കയറ്റി പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ചെറിയ മോന് ഇതിൽ തന്നെ ബിസിനസ്, അവന് വാഴക്കൊല കച്ചവടമുണ്ട്, ഇതിൻ്റെ കച്ചവടം. ഈ 2 കാര്യങ്ങളുമായിട്ട് തിരക്കായി. ഇപ്പൊ വെറുതെ ഇരുന്നായിരുന്നു ചൗച്ച് കാരണം തിരക്കായി. വെറുതെ ഇരിക്കലില്ല. വെറുതെ ഇരിക്കുന്നത് നമുക്കൊരു ബുദ്ധിമുട്ടാണ്. വെറുതെ ഇരിക്കൽ ആദ്യമേ ഇല്ല. ഞാനും പപ്പയും നിരന്തരം കൃഷി തന്നെയായിരുന്നു. പപ്പയ്ക്ക് ആദ്യം എന്നെ കെട്ടിക്കൊണ്ടിരുന്ന സമയത്ത് കച്ചവടമായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുൾ ടൈം കൃഷിയിലേക്ക് ഞങ്ങൾ 2 പേരും പറമ്പിലായിരുന്നു. മക്കളും അത് തന്നെയാണ് കണ്ടുപഠിച്ചിരിക്കുന്നത്. 33 കൊല്ലമായിട്ട് ഇവിടെ വന്നതിന് ശേഷം ഈ മണ്ണിലുണ്ട് ഉണ്ട് അല്ലേ? ഇതിനെ അമ്മ പറയായിരുന്നു, ഇത് ആദ്യം കൊണ്ടുവന്ന് വെച്ച് ഇതുപോലെ പടർത്തണേനിടയിലുണ്ടായിരുന്ന കഷ്ടപ്പാട്. അപ്പൊ ഹോട്ടൽ മാനേജ്മെന്റ് വേണ്ടാന്ന് വെച്ചിട്ട് ചൗച്ചവ് മാനേജ്മെന്റിലേക്ക് എത്തി. എങ്ങനെയാ ഇപ്പൊ മാർക്കറ്റൊക്കെ എങ്ങനെയാ? മാർക്കറ്റ് ഓരോ ദിവസം ഓരോ വിലയായിരിക്കും. പച്ചക്കറി അങ്ങനെ തന്നെയാണ് ഇപ്പോഴും. അത് ഇന്ന റേറ്റ് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. രാവിലെ ഒരു മാർക്കറ്റ്, ഉച്ചയ്ക്കൊരു മാർക്കറ്റ്, വൈകിട്ടൊരു മാർക്കറ്റ്, അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ പണ്ട് നമ്മൾ തുടങ്ങിയ സമയത്ത് ഇത് വളരെ ബുദ്ധിമുട്ടായിരുന്നു ഇത് വിൽക്കാൻ. ഒരു 500 കിലോ വിൽക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഓരോ സാധ്യതകൾ വെച്ച് നമ്മളിങ്ങനെ അന്വേഷിച്ച് ഇന്നത്തെ ഒരു വിൽപ്പന നമുക്കതൊരു ബുദ്ധിമുട്ടായി തോന്നുന്നില്ല. ഇന്നിപ്പോൾ ഒരു ദിവസം നമുക്ക് വേണമെങ്കിൽ ഒരു 25,000 കിലോ വേണമെങ്കിലും വിൽക്കാനുള്ള സാധ്യത ഉണ്ട്. വാഴക്കൊലനെക്കാട്ടും കൂടുതൽ വിൽക്കാം. എനിക്കൊരു വാഴക്കൊല കടയും കൂടെ ഉണ്ട്. അതിനെക്കാട്ടും കൂടുതൽ എനിക്ക് ഇതിപ്പോൾ വിൽക്കാൻ കഴിയും. പിടിച്ചു. അതെ, അതിനെക്കുറിച്ച് സെർച്ച് ചെയ്ത് പിടിച്ച തന്നെയാണ്. അങ്ങനെ ഓരോ ഇപ്പോൾ അച്ചാറുകാർ തൊട്ട് എക്സ്പോർട്ടേഴ്സ് വരെ നമ്മുടെ കയ്യിൽ ഉണ്ട്. നിങ്ങൾ ആഴ്ചയിലാണോ എന്തായാലും 25 ഏക്കർ എല്ലാ ദിവസവും കയറ്റുണ്ടാവും? ഞങ്ങൾ ആഴ്ചയിൽ 7 ദിവസം ഉള്ളതിൽ 7 ദിവസവും നമ്മളിത് കയറ്റുന്നതാണ്. ഇപ്പം നമ്മൾ കച്ചവടം എന്ന നിലയ്ക്ക് നമ്മുടെ സ്വന്തം അല്ലാതെയും നമ്മൾ ഗൂഡല്ലൂരിൽ നമ്മുടെ അമ്മാവൻ വഴി നമ്മൾ ചൗച്ചോ മേടിക്കുന്നുണ്ട് ലോഡ് ഫുള്ളാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാ ദിവസവും ഇതിന്റെ പണി നമ്മൾ എടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അന്ന് ഞാൻ പറഞ്ഞില്ലേ, ഒരു 500 കിലോ വിൽക്കാൻ ബുദ്ധിമുട്ടിയ സ്ഥലത്ത് ഇപ്പോൾ നമുക്കൊരു 1.5 ലക്ഷം കിലോ ആഴ്ചക്ക് വിൽക്കാം. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെ എടുത്തു പറയുകയാണെങ്കിൽ വയനാട്ടിൽ നമ്മൾ വാഴക്കൊല വിൽക്കുന്നതിനെക്കാട്ടും കൂടുതലായിട്ട് നമുക്കിത് വിൽക്കാൻ സാധ്യതയുണ്ട്. എല്ലാവർക്കും ഉണ്ടാവണം എന്നല്ല, ഞങ്ങൾ 8 വർഷം കൊണ്ട് ഉണ്ടാക്കിയ വിപണിയാണ് കേട്ടോ. ഒറ്റ ദിവസം കൊണ്ട് കയ്യിൽ വന്ന വിപണി അല്ല അത്. ഇതിപ്പോൾ നമ്മൾ മെയിനായിട്ട് കൊടുക്കുന്നത് ബാംഗ്ലൂരുണ്ട്, മേട്ടുപ്പാളയമുണ്ട്, മൈസൂരുണ്ട്, പിന്നെ എക്സ്പോർട്ടേഴ്സിന് കൊടുക്കുന്നുണ്ട്, പിന്നെ ചെന്നൈ. അങ്ങനെ ഏത് മാർക്കറ്റാണ് നമുക്ക് അങ്കമാലി അച്ചാറുകാർക്ക് അടക്കം നമ്മൾ കൊടുക്കുന്നുണ്ട്. കോഴിക്കോട് അച്ചാറുകാർക്ക് കൊടുക്കുന്നുണ്ട്, സിംകോ, സൈക്കോ അങ്ങനെയുള്ള അച്ചാറുകാർക്കൊക്കെ കൊടുക്കുന്നുണ്ട്. അത് ഏതാണ് വിപണി, നമുക്ക് ഏതാണ് സൂട്ടബിൾ ആവുന്നത് അതനുസരിച്ച് മാറ്റിക്കൊണ്ടിരിക്കും നമ്മൾ. ഈ കൊല്ലം എത്ര വിളവെടുത്തു? ഈ കൊല്ലം ഇപ്പോൾ നമ്മൾ ഇതിപ്പോൾ ഏകദേശം 5 ലക്ഷം കിലോ ചൗച്ചോ നമ്മൾ പറിച്ചു കഴിഞ്ഞു. നമ്മുടെ സ്വന്തം മാത്രം കഴിഞ്ഞ 4 മാസം കൊണ്ട് നമുക്ക് 25 ഏക്കറുണ്ട്. ശരാശരി 50 ടൺ വെച്ചിട്ട് നമ്മൾ ശരാശരി ഇവിടെ നമ്മുടെ സ്വന്തം തന്നെ പറിക്കുന്നുണ്ട്, അല്ലാണ്ട് വാങ്ങുന്ന വേറെയും. അങ്ങനെ അപ്പോൾ ഇന്നത്തെ വിലയ്ക്ക് നമുക്ക് ഇങ്ങനെ തന്നെ കണക്ക് കൂട്ടി നോക്കാം. 10 രൂപ മാർജിൻ ആവറേജ് കിട്ടിയാൽ 50 ലക്ഷം രൂപേൻ്റെ കായ നമ്മളിപ്പോൾ പറിച്ചു കഴിഞ്ഞു ഓൾറെഡി. നമ്മുടെ ഒരു കണക്കും പ്രകാരം ഒരു 15 ലക്ഷം കിലോ നമ്മൾ സ്വന്തം പറിക്കും, വേറെ ബുദ്ധിമുട്ടുകളൊന്നും വന്നില്ലെങ്കിൽ. 3 മാസം കഴിയുമ്പോൾ പൂടും, 4-ാം മാസം തൊട്ട് പൊട്ടിക്കാൻ തുടങ്ങും. അപ്പൊ നിങ്ങളുടെ മാർക്കറ്റ് ഈ പറഞ്ഞ സ്ഥലങ്ങളിലേക്കൊക്കെ നിങ്ങൾ തന്നെ എത്തിച്ചു കൊടുക്കുകയാണോ? അതെ, നമ്മൾ നമ്മുടെ വണ്ടികളിൽ ഡെലിവറി കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് സ്വന്തമായിട്ടുള്ള വണ്ടികളുണ്ട്, അല്ലാണ്ട് വാടകയ്ക്ക് വിളിക്കുന്ന വണ്ടിക്കാരുണ്ട്, സ്ഥിരമായിട്ട് പോകുന്ന ആൾക്കാർ. അപ്പോൾ അവർക്ക് അവരെ വണ്ടിയിൽ നമ്മൾ കയറ്റി പോവുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ബാംഗ്ലൂരാണെങ്കിൽ നമ്മൾ ഡെലിവറി ചെയ്യുന്നു, മേട്ടുപ്പാളയം എല്ലായിടത്തും. അപ്പോൾ നമുക്ക് അതിൻ്റെ വാടക അടക്കം നമ്മളതിൽ ലെസ് ചെയ്യുന്നു മാത്രം. 3 രൂപ വാടക വരും നമുക്ക് ബാംഗ്ലൂർ എത്തിക്കാൻ, മേട്ടുപ്പാളയത്ത് 2 രൂപ വരും, മൈസൂർ എത്തിക്കാൻ 1.5 രൂപ വരും. അങ്ങനെ ഓരോ മാർക്കറ്റിനും ഓരോ രീതിയാണ്. അപ്പോൾ അത് കിഴിച്ചിട്ട് വേണം നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യാൻ. കേരളത്തിൽ പുറത്തുള്ള ആൾക്കാർക്കൊക്കെ നല്ലോണം കച്ചവടമുണ്ട്. കേരളത്തിനകത്ത് തന്നെയും പുതിയ വിപണി ഫോം ചെയ്ത് വരുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ആദ്യം തുടങ്ങിയ സമയത്ത് ഇത് ആരും ഉപയോഗിക്കില്ലായിരുന്നു, കേരളത്തിൽ ആരും ഉപയോഗിക്കില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മളോട് ഇത് ചോദിക്കുന്ന ആൾക്കാരുണ്ട്.
ഇപ്പോൾ നമ്മൾ പാളയം കോഴിക്കോട് മാർക്കറ്റിൽ നമ്മൾ കൊടുക്കുന്ന മനോജനേട്ടൻ എന്ന് പറഞ്ഞൊരു പുള്ളി ഉണ്ടായിരുന്നു. പുള്ളിക്ക് നമ്മളാണ് ആദ്യമായിട്ട് ഇത് കൊടുക്കുന്നത്. അന്ന് ഒരു 7 വർഷം മുന്നേ. അന്ന് ഇത് പുള്ളീൻ്റെ അടുത്ത് നമ്മൾ ധൈര്യം പറയത് വിറ്റിട്ട് തന്നാൽ മതി ചേട്ടായി എന്ന് പറഞ്ഞാണ് ഞാൻ ആദ്യമായിട്ട് ഇത് കൊടുക്കുന്നത്. ഇന്നിപ്പോൾ പുള്ളി നമ്മൾ വിളിക്കുന്നുണ്ട്, കിട്ടാനുണ്ടോടാ, നമുക്ക് ആൾക്കാർ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് കൊടുക്കാൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാനപ്പോൾ നമ്മൾ ആദ്യം തൊട്ടുള്ള ഒരു ബന്ധമാണ് പുള്ളിയായിട്ട്. അപ്പോൾ ഇന്നും കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതെ, അത് ആദ്യം ആർക്കും ഇതങ്ങനെ മനസ്സിലാവില്ലോ. എല്ലാവരും പാരമ്പര്യ കൃഷിക്കാരാണ്. കാരണം വെച്ചാൽ ഇഞ്ചി, വാഴ അത് തന്നെ ചെയ്ത് ജീവിക്കണം എന്ന് ഉള്ളവരാണ്. അതിൽ മാറ്റം വരുത്തുമ്പോൾ ആദ്യം പരിഹാസം എല്ലാവർക്കും ഉണ്ടാവുന്ന പോലെ തന്നെയാണ് നമുക്കുണ്ടാവുക. ഇത് നടക്കുമോ, വിജയിക്കുമോ? അപ്പോൾ ഇന്നിപ്പോൾ 8 വർഷം ആകുമ്പോൾ അവർക്ക് അവർ മാറ്റി പറഞ്ഞു തുടങ്ങിയിരിക്കാം. നമ്മളോട് പറയുന്നില്ലല്ലോ, മാറ്റി പറഞ്ഞു. ചേട്ടൻ്റെ 2 പിള്ളേര് എന്തൊക്കെയോ പഠിച്ചിട്ട് ഒന്നും ആയില്ല, ഇത് നടക്കുകയാണെന്നൊക്കെ ആയിരുന്നു ആദ്യം വിചാരിച്ചിരുന്നത്. അതെ അതെ, നമ്മള് അന്ന് വിമർശിച്ചവർക്ക് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. 8 വർഷമായിട്ട് ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. അതാണല്ലോ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. നമുക്കിപ്പോൾ ഒരു ജോലിക്ക് പോയാൽ നമുക്ക് ഇത്രയും ഏൺ ചെയ്യാൻ കഴിയുമോ എനിക്ക് സംശയമാണ്. ചെയ്യുന്നവരുണ്ടാവാം, ഇല്ല എന്ന് പറയുന്നില്ല. നമ്മുടെ കഴിവിന് ഇത് നമുക്ക് കുറച്ചും കൂടെ സൂട്ടബിൾ ആയിട്ട് തോന്നുന്നു. ഇന്നിപ്പോൾ നമ്മുടെ കാരണന്മാരുടെ കൂടെ നിൽക്കാൻ പറ്റുന്നുണ്ട്, നമ്മുടെ നാട്ടിൽ നിൽക്കാൻ പറ്റുന്നുണ്ട്, വൈകിട്ട് പോയിട്ട് ചായ കുടിക്കാം, അങ്ങനെ പല കാര്യങ്ങളും കിട്ടുന്നുണ്ട് ഇവിടെ. ആദ്യം നമ്മൾ ബാംഗ്ലൂരായിരുന്നു പഠിച്ചിരുന്നത്. ആ സമയത്ത് നമുക്ക് അങ്ങനെ ആയിരുന്നല്ലോ, നമ്മുടെ കൂട്ടുകാർ പുറത്തു പോകുന്നു, നമ്മളവിടെ പോകുന്നു, അങ്ങനെ. പിന്നെ ഇപ്പം നമ്മളത് ചിന്തിക്കുമ്പോൾ അവരവിടെ പണിയെടുക്കുന്നു, ഞാനിവിടെ പണിയില്ലാണ്ട് ചുമ്മാ ആൾക്കാരെ മേച്ച് നടക്കുന്നു, അത്രേ ഉള്ളൂ. എനിക്ക് കുറച്ചും കൂടെ സുഖമായി. എനിക്ക് നാളെ വേണമെങ്കിൽ വൈകിട്ട് വേണമെങ്കിൽ വോളിബോൾ കളിക്കാൻ പോവാം, ജിമ്മിൽ പോകണമെങ്കിൽ ജിമ്മിൽ പോവാം. എൻ്റെ ഷെഡ്യൂൾ ഞാൻ തന്നെയാണ് ഡിസൈഡ് ചെയ്യുന്നത്. അങ്ങനെ വ്യത്യാസമുണ്ട്. ഇപ്പം ഞാൻ മോർ ഹാപ്പിയാണ്, ജോലിക്ക് പോയതിനേക്കാളും കൂടുതൽ ഹാപ്പിയാണ്. ഇനി എന്ത് പറഞ്ഞാലും അന്ന് മമ്മിയാണ് എന്നെ ഇവിടെ പിടിച്ചു നിർത്തിയത്. അതിനിപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇപ്പോൾ നന്നായിരിക്കുന്നു. വിളിക്കാറുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം കല്യാണത്തിന് പോയിരുന്നു. അവനിപ്പോൾ അയർലാൻഡിലാണ്. അപ്പോൾ ജോലിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ജോലിയുണ്ട്, കുറഞ്ഞ മണിക്കൂറുള്ളൂ, പക്ഷെ വളരെ പാടാന്ന് പറയുന്നു. ഇന്ത്യയിൽ നിന്നതിനെക്കാട്ടും പാടാണ് അവിടെ നിന്നാണ് അവൻ പറയുന്നത്. അതെ, നമ്മളെക്കുറിച്ച് പറയുന്നവരുണ്ട്, അവരവിടെ ചർച്ച ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മളെക്കുറിച്ചായിരിക്കും പറയുന്നുണ്ടാവാം. ഇന്നിപ്പോൾ മാറ്റം വന്നു. നമ്മൾ വിജയത്തിലേക്ക് എത്തുമ്പോൾ എല്ലാവരും സംസാരിക്കണം, തോറ്റുപോയാൽ ആരും സംസാരിക്കില്ല, അത്രേ ഉള്ളൂ. തോൽക്കാതിരിക്കാനുള്ള കൂടിയിട്ടാണ് ഈ കൃഷിയിൽ പക്ഷേ വന്നത്. അതെ, തോക്കാൻ പാടില്ല എന്ന് ഉറപ്പുണ്ടായിരുന്നു മനസ്സിൽ, അതുകൊണ്ട് തോറ്റില്ല ഇതുവരെ. ബ്രദറായിരുന്നു കൃഷിയോട് താല്പര്യം പറഞ്ഞതും ഇത് ഇങ്ങനെ നിൽക്കാം എന്ന് പറയുന്നത് ബ്രദറാണ്. അതുകൊണ്ടാണ് ഞാൻ കച്ചവടത്തിലേക്കും കൂടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സാധനം നമ്മൾ തന്നെ വിൽക്കുക. നമ്മൾ വേറൊരു ഇടനിലക്കാരനെ അതിനെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നൊരു തോന്നലിലാണ് ഇതിങ്ങനെ ഒരു കച്ചവടം കൂടെ തുടങ്ങിയത്. അപ്പോൾ ആ മാർജിൻ മതി നമുക്ക് ജീവിക്കാൻ. ഇപ്പോൾ 15 ലക്ഷം കിലോൻ്റെ പണി എടുക്കുവാണെങ്കിൽ ആ 15 ലക്ഷം രൂപ 1 രൂപ നമ്മൾ ഇടനിലക്കാരന് കൊടുക്കേണ്ടതാണ്. ആ ഇടനിലക്കാരൻ ഞാൻ തന്നെ ആവാം എന്ന മാറ്റം. ചൗച്ചവും നടുന്നതറിഞ്ഞ് വിപണനവും അറിഞ്ഞു. പക്ഷേ ജിതിൻ എന്ന കർഷകന് ഇത് എത്ര അകലം വെച്ചാണ് നിങ്ങൾ നട്ടു തുടങ്ങിയത്? എന്തൊക്കെ വളം വേണം? മറ്റ് കാര്യങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഇതൊരു പച്ചക്കറിയാണ്. ആദ്യകാലങ്ങളിൽ 10 അടിക്കായിരുന്നു നട്ടുകൊണ്ടിരുന്നത്. പിന്നീട് നമ്മൾ ഓരോ വർഷം കൃഷിയിൽ മാറ്റം വരുത്തിയപ്പോൾ ഞങ്ങൾ 10 അടി എന്നുള്ളത് 6 അടിയാക്കി ചുരുക്കി. വേറെ ഒന്നും കൊണ്ടല്ല, കാലാവസ്ഥയിലുള്ള മാറ്റം കൊണ്ട് നമുക്ക് 6 അടിയാകുമ്പോൾ വേഗം തന്നെ പന്തലിൽ കയറി നമുക്ക് പന്തൽ അടയ്ക്കാൻ കഴിയും. അപ്പോൾ കുറച്ച് പണി കൂടുതലുണ്ട്, നമ്മൾ ഇലയെടുക്കൽ അങ്ങനത്തെ കാര്യങ്ങൾ കുറച്ച് റിസ്ക് കൂടുതലുണ്ട്. പക്ഷേ നമുക്ക് കുറച്ചും കൂടി കൂടുതൽ കിട്ടുന്നത് കുറച്ചും കൂടി അടുപ്പിച്ച് നടുമ്പോഴാണ്. വളം രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമ്മൾ കോഴിവളം കൊടുക്കും. നടുമ്പോൾ അടിവളമായിട്ടൊന്നും ചെയ്യില്ല. മുളച്ച് പൊന്തി കഴിയുമ്പോൾ നമ്മൾ കോഴിവളം കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ചെറിയ രീതിയിൽ രാസവളം കൊടുക്കും. പിന്നെ ഇതിൻ്റെ ഒരു മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മരുന്ന് ഉപയോഗിക്കേണ്ട, അതായത് കെമിക്കൽ അടിക്കാത്ത ഒരേ ഒരു പച്ചക്കറി ഉണ്ടെങ്കിൽ അത് ഇത് മാത്രമായിരിക്കും. കീടനാശിനി ഒന്നും അടിക്കില്ല. അങ്ങനെയല്ല, ഇതുവരെ അടിച്ചിട്ടില്ല നമ്മൾ. സാധാരണ എല്ലാ പച്ചക്കറികളും കേരളത്തിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് കേരളത്തിൽ നിന്ന് അങ്ങോട്ട് പോകുന്ന പൂർവ്വ സാധനങ്ങളിലൊന്നും ഇതായിരിക്കും. ഇവിടുന്ന് ഇപ്പോൾ മുത്തങ്ങ ചെക്ക് പോസ്റ്റ് കടന്നു പോകുന്ന പച്ചക്കറി വണ്ടി ഉണ്ടെങ്കിൽ അത് നമ്മുടെ വണ്ടി മാത്രമായിരിക്കും. ഇന്നിപ്പോൾ 3 വണ്ടി കടന്നു പോകും. അങ്ങനെയല്ല, എല്ലാ വണ്ടികളും മറ്റേ മൈസൂരിൽ നിന്ന് ഇങ്ങോട്ടായിരിക്കും, വയനാട്ടിലേക്ക് വരുന്ന വണ്ടികളായിരിക്കും, അല്ലെങ്കിൽ കോഴിക്കോടേക്ക് വരുന്ന വണ്ടികളായിരിക്കും ഉണ്ടാവുക കാണുക. ഇവിടുന്ന് ലോഡ് കെട്ടിയിട്ട് ചെക്ക് പോസ്റ്റ് കടന്നു പോകുന്ന വണ്ടി ഉണ്ടെങ്കിൽ നമ്മുടെ വണ്ടി തന്നെ ആയിരിക്കും. ടൂറിസം കഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് വന്നത് അല്ലേ? പഠിച്ചത്.
MT ആയിരുന്നു ചെയ്തിരുന്നത്. മറ്റ് എന്തെങ്കിലും പച്ചക്കറികൾ പരീക്ഷിച്ചിരുന്നു ഇത് കൂടാതെ ഇതല്ലാതെ? അല്ല, ഞങ്ങൾ ഈ കൃഷി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു 60 ഏക്കറോളം കൃഷിയുണ്ട്. അതിൽ ചൗച്ചോ ഒരു പാർട്ട് മാത്രമാണ്, ഒരു 25 ഏക്കർ ചൗച്ചോ. ബാക്കി 10-20,000 വാഴയുണ്ട്, 20 ഏക്കറോളം വാഴയുണ്ട്. പിന്നെ കുറച്ച് കാപ്പിത്തോട്ടങ്ങൾ നമുക്ക് സ്വന്തമുണ്ട്, അതുകൂടാണ്ട് ലീസിനെടുത്ത തോട്ടങ്ങളുണ്ട്, കുറച്ച് ഏലമുണ്ട്. അങ്ങനെ എല്ലാം കൂടി കൂട്ടിയിട്ട് ഒരു 10-60 ഏക്കർ. അതിന് ഈ 10-30 പണിക്കാരെ വെച്ച് ഞങ്ങൾ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ പോകുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പാർട്ടാണ്, നമ്മുടെ ഒരു കൃഷിൻ്റെ ഒരു ഭാഗമാണ് ചൗച്ചോ. നമുക്ക് അതായത് നമുക്ക് സ്ഥിരം പണിക്കാരാണ് ഇവിടുത്തെ ഒരു സ്ഥിരം പണിക്കാർ. നമുക്ക് 26 പേരുണ്ട്, നമ്മുടെ ലോക്കൽ ആൾക്കാർ, നമ്മുടെ മലയാളികളായിട്ടുള്ള ആൾക്കാർ. നമ്മുടെ ഈ പണി ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 26 ലോക്കൽ പണിക്കാർക്ക് നമ്മൾ സ്ഥിരമായിട്ടുള്ള പണിയാണ്. അപ്പോൾ ചൗച്ചോ കഴിയുമ്പോഴേക്കും ചൗച്ചോൻ്റെ പണി കഴിഞ്ഞിട്ട് വാഴയിലുണ്ട്, വാഴയിൽ നിന്ന് കഴിയുമ്പോൾ ചൗച്ചോ, അങ്ങനെ എല്ലാത്തിലും പണി ഇങ്ങനെ. അതായത് അവർക്ക് ഒരു ദിവസം പോലും, അതായത് പണി നമ്മൾ നാളെ ഇല്ലയെന്ന് പറഞ്ഞ് ഒഴിവാക്കേണ്ട ഒരു ഇത് വരില്ല. അതുകൂടാണ്ട് നമ്മളെ ഹിന്ദിക്കാരും ഉണ്ട്, അവർ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. എപ്പോഴും ഒരു 6-7 പേര് അവർ നമ്മുടെ അടുത്തുണ്ടാവും. ചിലപ്പോൾ 10 പേരുണ്ടാവും, ചിലപ്പോൾ 6 പേരുണ്ടാവും. കാപ്പി പറിക്കുന്ന സമയമാകുമ്പോഴേക്കും 10-15 പേരുണ്ടാവും. ഇതിനെ ഞാനിപ്പോൾ ഇത് കണ്ടിട്ട് പെട്ടെന്ന് ചൗച്ചോ കൃഷി തുടങ്ങാം എന്ന് വിചാരിച്ചിറങ്ങിയിട്ട് കാര്യമില്ല, കാര്യങ്ങൾ പഠിച്ച് ചെയ്യണം അല്ലേ? തീർച്ചയായിട്ടും. ഇതിന് 2 പ്രശ്നമാണുള്ളത്. ഒന്ന്, ഇതിന് നല്ല ചിലവുണ്ട്. അതായത് ഏക്കറിന് ഒരു 2 ലക്ഷം രൂപയോളം ചിലവ് വരും, ഫസ്റ്റത്തെ കാര്യം. പിന്നെ നമ്മളൊരു കുറച്ചായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇത് വിൽക്കാൻ കഴിയില്ല. ഇപ്പോൾ ഞാനിത് ബാംഗ്ലൂർ അല്ലെങ്കിൽ മാർക്കറ്റിലേക്ക് അല്ലെങ്കിൽ മേട്ടുപ്പാളയെ കൊണ്ടുപോകണമെങ്കിൽ നമുക്കൊരു വണ്ടി അതായത് 3 ടൺ നിർബന്ധമായിട്ടുണ്ടാവണം. ഞാൻ 500 കിലോ കൊണ്ട് എനിക്കത് ബാംഗ്ലൂർ കൊണ്ട് എത്തിക്കാൻ കഴിയില്ല. വണ്ടിക്കൂലി എക്സ്പെൻസ് കൂടുതലല്ലേ വരിക. ഒരു വലിയ സ്കെയിലിൽ തുടങ്ങണം. വലിയ സ്കെയിൽ എന്ന് പറഞ്ഞാൽ ഒരു മിനിമം ഒരു 1.5-2 ഏക്കർ 3 ഏക്കറെങ്കിലും വേണം നമ്മുടെ ഒരു ഇതനുസരിച്ച്. അതായത് ഞാൻ 500 കിലോ പറിച്ച് വെച്ച് കഴിഞ്ഞാൽ എനിക്കതും കൊണ്ട് മാർക്കറ്റ്, അതായത് മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിനൊരു കേരള മാർക്കറ്റ് ഇല്ല. നമുക്ക് പുറത്തേക്ക് തന്നെ ദൂരം തന്നെ ഇത് കൊണ്ടുപോകണം. അപ്പോൾ ഞാനൊരു 500 കിലോയും കൊണ്ട് ദൂരം കൊണ്ടുപോകുക എന്നുള്ളത് ഒരു പ്രാക്ടിക്കലുള്ള കാര്യമല്ല. അതാണ് മെയിൻ പ്രശ്നം. പിന്നെ ഇതിൻ്റെ ചിലവ്, പിന്നെ നല്ല സെറ്റായിട്ടുള്ളൊരു പണിക്കാർ വേണം. നമ്മുടെ പണിക്കാരാണ് നമ്മുടെ വിജയം. എന്താ വെച്ചാൽ ഇത് ഇപ്പം ഞാൻ 3 വണ്ടി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 വണ്ടി എന്ന് പറഞ്ഞാൽ 9 ടണ്ണ് കായായി. അത് നമ്മൾ പന്തലിൻ്റെ ഉള്ളിൽ നിന്ന് പറിച്ച് പുറത്തെത്തിച്ച് സ്റ്റാൻഡേർഡാക്കി വണ്ടിയിൽ അറ്റിയിട്ട് ലോഡ് കെട്ടി വിടണം. അപ്പോൾ അതിന് ഇതുള്ള പണിക്കാർ, സെറ്റ് ആയിട്ടുള്ള പണിക്കാർ തന്നെ നിർബന്ധമാണ്. അപ്പോൾ ഡെഡിക്കേഷൻ വേണം, കൃത്യമായിട്ട് കമ്മിറ്റഡ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരും വേണം. പണിക്കാർ നമുക്ക് സ്ഥിരമായിട്ട് വരുന്ന രീതിയിലുള്ള പണിക്കാർ വേണം. ഇതിന് അതായത് ശാരീരിക അധ്വാനം കൂടുതലുണ്ട്. ഫോർച്യൂണർ വാങ്ങണം എന്നുള്ളത് ജിതിന്റെ സ്വപ്നമായിരുന്നു, റിതിന്റെ സ്വപ്നമായിരുന്നു. അതല്ല, അത് അവൻ്റെ അനിയൻ പുള്ളിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു, അത് മേടിച്ചു. അത് മാത്രമല്ല, ഞങ്ങൾ അതിനനുസരിച്ചുള്ള 7 വർഷം കൊണ്ട് ഞങ്ങൾ സ്ഥലമായിട്ടും ഇതായിട്ടും നമ്മൾ ആസ്തി കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. അതായത് ഞാനൊരു ജോലിക്ക് പോകുന്നതിനേക്കാളും മെച്ചം ഇതിൽ നിന്ന് ഞങ്ങൾ വരുത്തിയിട്ടുണ്ട്. സ്വപ്നങ്ങളൊക്കെ കംപ്ലീറ്റ് ആവുക, നേടുക എന്നുള്ളതിനെ സഹായിക്കുന്നത് ഇതാ ഈ കായാണ്. തീർച്ചയായിട്ടും ഇത് തന്നെയാണ് നമ്മുടെ ഒരു ജീവിതത്തിന്റെ വഴിത്തിരിവായി വന്നത്. അപ്പോൾ വഴി മാറി നടക്കുക, പുതിയ വഴി വെട്ടുക. കാത്തിരിക്കുന്നു നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും.